ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. 2 ദിവസം നമുക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഇന്നുള്ള വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ഇതിങ്ങനെയൊക്കെ ആയിപ്പോകുന്നു തീരെ വിചാരിക്കാത്തൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ട്വിസ്റ്റ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ഉരുളക്കിഴങ്ങ് വേണോ അത്ര ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്നിട്ട് ഇതാ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ അതാ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. തീരെ നല്ല വലുപ്പം കൂട്ടരുത്, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ചും കൂടി എടുത്തിക്കണം കേട്ടോ, നല്ല പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതരിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി വലുപ്പം കൂടി പോയിക്കണമെന്ന് കേട്ടോ. പിന്നെ അതാ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. എല്ലതും കുഞ്ഞതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ്. അതിനി ചൂടോടെ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടോ. ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉടച്ചെടുക്കാൻ കഴിയൂല. നമ്മൾക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഹാർഡായിപ്പോയി. നമുക്കിത് ഉടച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യേറ്റ് ഉടക്കാൻ നിൽക്കണ്ട, നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതേമാതിരി സ്പാച്ചിൽ വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ചെറുതായിട്ട് ഒന്നും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതാ കുറച്ച് പൊടികളും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടാൽ നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കിത് കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറിയതിൻ്റെ ശേഷം മാത്രം കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ചൂടാറിയിക്കണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും സ്പാച്ചിലായിട്ട് കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിയായിട്ട് വരില്ല. കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. ഒരിത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം കൈയേറ്റ് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ചൂടൊന്നുമില്ല, ചൂടൊക്കെ നല്ലോണം ആറി കിട്ടിയിരിക്കണം. നല്ലൊരു മാവൊക്കെ കുഴച്ചൊരു ഡോ പരുവത്തിൽ നമുക്കിത് കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതാ ഞാനിത് ഓരോന്നായിട്ട് നമുക്കിഷ്ടം ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ചതുരത്തിലോ ത്രികോണത്തിലോ നമുക്ക് ആ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതുമാതിരിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതെല്ലതും ആക്കിയെടുത്തിക്കണത് കേട്ടോ. കയ്യിൽ ഒട്ടി പിടിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ തൊട്ടെടുത്താൽ മതി കേട്ടോ. എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇനി നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇനിയാണ് മക്കളെ ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തത് തന്നെയായിരുന്നു കേട്ടോ. എണ്ണയിലേക്ക് ഇടണ വരെയും ഒരു കുഴപ്പമില്ല. നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് വന്നിട്ടോ. ഒന്നും ശരിയായില്ല. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുകയാണെങ്കിലോ
അവർക്കും കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ കണ്ടില്ലേ, കുറേശ്ശെ ഇങ്ങനെ അല്ലി അടർന്ന് പോണ്. അപ്പോൾ ഇനി ഇത് മൊത്തം അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു സവാള നമ്മൾ ഇടാൻ പാടില്ല, ഒരു അര സവാള ഇട്ടാൽ മതി. അതേമാതിരി കോൺഫ്ലവറിൻ്റെ പൊടി ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഇടണം. എന്നിട്ട് നല്ല ഡോ പരുവത്തിലാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൂല കേട്ടോ. എനിക്ക് പറ്റിയത് എന്താ വെച്ചാൽ, കോൺഫ്ലവറിൻ്റെ അളവും കുറഞ്ഞു പോയി, ഉള്ളീൻ്റെ അളവ് കൂടിപ്പോയി. അപ്പോൾ ഉള്ളി ഇട്ടതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.